ഹലോ നമസ്കാരം, എല്ലാവർക്കും അജസ് വ്ലോഗിലേക്ക് സ്വാഗതം. ഇനി വേനൽക്കാലത്തിനോട് ചേർന്ന് നിൽക്കുന്ന സമയങ്ങളായി തുടങ്ങി അടുത്ത വേനലിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മുടെ പോത്ത് കർഷകർക്ക് ഒത്തിരി ആദ്യമായി തുടങ്ങിയവരും അതുപോലെ തന്നെ 2, 3, 4 എണ്ണം ഉള്ളവർക്കൊക്കെ ചെറിയൊരു ടെൻഷൻ ഉണ്ടാവും. പച്ചപ്പുല്ല് കഴിഞ്ഞു, അല്ലെങ്കിൽ വലിയ പെരുന്നാൾ അടുക്കാറായി, എന്ത് ചെയ്യും? പോത്ത് ഇങ്ങനെ പെട്ടെന്ന് തടി വയ്ക്കാനായിട്ട് ഇനി ഒരു 4-5 മാസം കൊണ്ട് പോത്ത് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന കണ്ടീഷനിലേക്ക് എത്തണം. എന്ത് കൈത്തീറ്റ കൊടുക്കും? അതാണ് പലരുടെയും ഒരു ടെൻഷൻ. എന്ത് കൈത്തീറ്റ കൊടുക്കും എന്നുള്ളത്. കൈത്തീറ്റ ആവശ്യമാണ്. എത്ര വളർച്ച ഉണ്ടെന്ന് പറഞ്ഞാലും, എത്ര വയറ് നിറച്ച് നമ്മൾ പച്ചപ്പുല്ലോ അല്ലെങ്കിൽ മറ്റു സാധനങ്ങൾ തിന്നാൻ കൊടുത്താലും ചെറിയൊരു കൈത്തീറ്റയുടെ ഗുണം ഒന്നിനോടും ആവില്ല. എന്നിരുന്നാലും നമ്മുടെ പോത്തുകളൊക്കെ വയറ് നിറഞ്ഞ് നിൽക്കുന്നൊന്ന് ജസ്റ്റ് നിങ്ങൾ വീഡിയോയിൽ അറ്റം തൊട്ട് അറ്റം വരെ ഒന്ന് ശ്രദ്ധിച്ചോളൂ കേട്ടോ. ഇപ്പോൾ കൈത്തീറ്റ തിന്ന മുപ്പാടാണ് നമ്മൾ വീഡിയോ എടുത്തിട്ടുള്ളത്. ഇത് കഴിഞ്ഞ് വൈകുന്നേരം ഞാൻ കൈത്തീറ്റയും കൂടി തിന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും അവരുടെ വയറിൻ്റെ അവസ്ഥ എന്നുള്ളത് നമ്മളൊന്ന് നോക്കുക. വൃത്തിയായിട്ടൊന്ന് നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. വീഡിയോയിൽ ഞാൻ ലാശം ഇരുട്ടായാലും ഞാൻ അത് കാണിക്കുന്നുണ്ട്. ഇത് നമ്മൾ വൈകുന്നേരത്തെ പാടത്തുനിന്ന് അഴിച്ച് കൊണ്ടുവന്ന് എന്താ പറയുക, നമ്മൾ കൈത്തീറ്റ കൊടുക്കുന്നൊരവസ്ഥയാണ്. ഇതിനേക്കാളും ഹെവി ആയിരിക്കും. ഇതിനേക്കാളും കൂടുതൽ ഒന്നും കൂടി ശ്രദ്ധിച്ചിട്ട് ഇവരെ നിർത്തി തീറ്റ കൊടുക്കുന്ന രീതി കുറച്ചും കൂടി ഇവരുടെ വയറൊന്നും കൂടി നിറയുന്ന അവസ്ഥയിലായിരിക്കും. അപ്പോൾ അത് കൂടുതലും ജനുവരി തൊട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. ഇത് ഞാൻ ഡിസംബറിൽ എടുത്തിട്ടുള്ള ഒരു വീഡിയോ ആണ്. ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ്, നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ പാടത്തുനിന്ന് നല്ല രീതിയിൽ പുല്ല് തിന്ന് വയറ് നിറച്ച് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള ആ വയറിൻ്റെ നിറവൊന്നും നിങ്ങൾ നോക്കിയാൽ മതി. അത് കഴിഞ്ഞ് കൈത്തീറ്റകളും തിന്നിട്ടുള്ള അവസ്ഥ ഞാൻ ഇതിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം നിങ്ങൾ അറിയേണ്ട ഒരു അവസ്ഥ, അല്ലെങ്കിൽ ആദ്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു അവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വേനൽക്കാലത്ത് നിർത്തി കെട്ടി തീറ്റ കൊടുക്കുമ്പോൾ നമുക്ക് കൂടുതലും വെള്ളത്തിലിപ്പോൾ ഇറക്കി നിർത്താനുള്ള സാഹചര്യം ഉണ്ടെങ്കിലും നല്ല വെയിലാണെങ്കിൽ ഫുൾ ടൈം വെയിൽ തുറന്ന് നിർത്തുന്നതിൽ അർത്ഥമില്ല. അതുപോലെ തന്നെ നമുക്ക് നിർത്തി തീറ്റ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് വയറ് നിറച്ച് കൈത്തീറ്റയും കുറച്ച് വക്കോലിട്ട് കൊടുത്ത് നിർത്താൻ പറ്റും. അങ്ങനെ കുറേ സംശയങ്ങളുണ്ടായിരിക്കും. എൻ്റെ ഒരു അനുഭവത്തിൽ വയറ് നിറച്ച് പച്ചപ്പുല്ലോ അല്ലെങ്കിൽ കായത്തണ്ട് മരുത്തി സാധനങ്ങൾ അരിഞ്ഞിട്ട് കൊടുക്കുക, പച്ചക്കായത്തൊലിയോ പച്ചക്കറി വേസ്റ്റോ പുല്ല് അരിഞ്ഞിട്ട് കൊടുക്കുക, തീറ്റപ്പുല്ല് വെട്ടിയിട്ട് കൊടുക്കുക, അങ്ങനത്തേതായ സാഹചര്യങ്ങൾ കൊണ്ട് ഏകദേശം വയറിൻ്റെ ഒരു 70-50% നിറച്ച് ബാക്കിയുള്ള ആ ഒരു 20% ശരിക്കും നമ്മൾ, അതായത് നമ്മൾ കൊടുക്കുന്ന തീറ്റയുടെ ഒരു 50%-ഓളം അല്ലെങ്കിൽ ഒരു 70%-ൽ മേലെ പച്ചപ്പുല്ലോ ഞാൻ ഈ പറഞ്ഞ മാതിരി പച്ചക്കറി വേസ്റ്റോ കായത്തലിയോ നമ്മൾ ഉപയോഗിച്ച് കൈത്തീറ്റ തന്നപ്പോൾ ഒരു വയറ് ഓരോരുത്തരും നിറഞ്ഞ് നിൽക്കണമല്ലോ. ഇതേമാതിരി ഒരു മാസം നമ്മൾ ഇവരെ ട്രീറ്റ്മെൻറ്റ് ചെയ്താൽ സഡൻ ആയിട്ടുള്ള റിസൾട്ട് നമുക്ക് കിട്ടും. അപ്പോൾ അതിന് നമ്മൾ ബുദ്ധിമുട്ടണം. വേനൽക്കാലത്ത് ഞാൻ നല്ല മാതിരി ബുദ്ധിമുട്ടാറ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പച്ചപ്പുല്ല് അരിഞ്ഞുകൊണ്ടിരാണ്. ഈ പ്രാവശ്യവും തീറ്റപ്പുല്ല് നമുക്ക് ആയി വരുന്നുള്ളൂ. എൻ്റെ കണക്കൂട്ടിൽ ശരിയാണെങ്കിൽ ഇവരെ കൊടുക്കാൻ പോകുന്നതിൻ്റെ ഒരു ലാസ്റ്റത്തെ ഒരു 1-1.5 മാസമാണ് പച്ചപ്പുല്ല് എൻ്റെ കയ്യിലത്തെ ഇവിടെ ആയിട്ട് വെട്ടി കൊടുക്കാൻ പറ്റുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. നമ്മൾ സ്പ്രിംഗ്ലറിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് തീറ്റപ്പുല്ല് ഇട്ട് തുടങ്ങിയിട്ട്. അപ്പോൾ എനിക്ക് പറയാനുള്ള സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓരോരുത്തരും വയറ് നിറഞ്ഞ് നിൽക്കുന്ന ആ സംഭവം നിങ്ങൾ ഇനി ശ്രദ്ധിച്ചാൽ പറ്റാ. കണ്ടോ, കൈത്തീറ്റ എടുത്ത് തുടങ്ങിയപ്പോൾ തന്നെ അവരുടെ വയറ് നിറഞ്ഞ് നിൽക്കുന്ന അവസ്ഥ കണ്ടോ. ഇതേമാതിരി ഒരു മാസം നിർത്തി കഴിഞ്ഞാൽ പോത്ത് തീർച്ചയായിട്ടും ഒറ്റ മാസം കൊണ്ട് മാറ്റം കാണിക്കും. കൊടുക്കാൻ പറ്റില്ല എന്ന് വിചാരിച്ച പോത്തും നമുക്ക് വളർന്ന് കയറിപ്പോരും. അതിന് പിന്നെ വലിയ പെരുന്നാളിൻ്റെ സമയത്ത് നിങ്ങൾക്കറിയാം, ഇറച്ചി ഇപ്പം നമ്മുടെ പോത്തുകളൊക്കെ ഏകദേശം ഒരു 100 കിലോൻ്റെ റേഞ്ചിൽ ഇറച്ചി ആയിട്ടുണ്ട് ഇപ്പോൾ തന്നെ. അപ്പോൾ നമുക്ക് അടുത്ത ഒരു 4-5 മാസം കൊണ്ട് ഒരു 200 റേഞ്ചിലേക്ക് സിമ്പിളായിട്ട് എത്തിക്കാൻ പറ്റും. ഇനി ഒരു 100 കിലോ ഇറച്ചി അല്ലെങ്കിൽ ഒരു 70 കിലോ 50 കിലോ ഇറച്ചി മാത്രമേ കയറ്റാൻ പറ്റും. അതായത് ലൈവ് വെയിറ്റ് നമുക്കൊരു ഒരു 150-150 കിലോൻ്റെ റേഞ്ചിൽ ലൈവ് വെയിറ്റ് നമുക്ക് കയറ്റാൻ പറ്റും. അത് കയറ്റാൻ പറ്റുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് നല്ല രീതിയിൽ ഇതേമാതിരി നിർത്തി തീറ്റ കൊടുത്ത് അത്രയും കെയറിങ് ചെയ്ത് എല്ലാ ദിവസവും കുളിപ്പിച്ച് അങ്ങനെയൊക്കെ ചെയ്ത് നിർത്തുമ്പോഴാണ് നമ്മൾ അതിന് അത്രമാത്രം ശ്രദ്ധിക്കുന്നത്. അതിൻ്റെ റിസൾട്ട് നമുക്ക് കിട്ടും. പിന്നെ 150 കിലോ ലൈവ് വെയിറ്റോ അതുപോലെ തന്നെ എന്താ പറയുക 70 കിലോ അല്ലെങ്കിൽ 60 കിലോ ഇറച്ചി കയറലോ അല്ല. പോത്തിനെ വലിയ പെരുന്നാളുടെ സമയത്ത് ആ ലുക്കിലേക്ക് എത്തിക്കുക. ഒരു തരി ക്ഷീണമില്ലാണ്ട് വയറ് നിറഞ്ഞ് ബാക്കൊക്കെ നല്ല ഫില്ലായി നല്ല വൃത്തിയിൽ നിൽക്കുന്ന പോത്തിന് ഒരു 10-15 കിലോ അവർ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഇറച്ചി കുറഞ്ഞാൽ ആ ലുക്കിൽ അങ്ങോട്ട് കയറി. നിങ്ങൾക്കൊക്കെ എല്ലാവർക്കും അറിയാം, പോത്ത് വളർന്ന കർഷകർക്ക്. അപ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എല്ലാ പ്രാവശ്യവും ചെയ്യാറുള്ളതാണ്. ഈ പ്രാവശ്യവും പുല്ലരിഞ്ഞിട്ട് കൊടുക്കേണ്ടി വരും.
നല്ല രീതിയിൽ പുല്ലരിഞ്ഞ് പുല്ലുകൊണ്ട് തന്നെ കാലത്തും ഉച്ചയ്ക്കും നല്ല രീതിയിൽ പച്ചപ്പുല്ല് കൊടുത്ത് വൈകുന്നേരം കൈത്തീറ്റ കൊടുക്കും. ചിലപ്പോൾ 2 നേരമാവും. ലാസ്റ്റത്തെ അറ്റ വേനൽക്കാലത്തൊക്കെ കൊടുക്കാൻ നിൽക്കണതിൻ്റെ 3 മാസം മുന്നേ 2 മാസം നമ്മൾ കൈത്തീറ്റ 2 മാസം അല്ലെങ്കിൽ 3 മാസമൊക്കെ 2 നേരം കൈത്തീറ്റ കൊടുക്കും. അത് അളവിൽ കുറയ്ക്കുന്നു മാത്രമേ ഉള്ളൂ. ഒറ്റ നേരം കൊടുക്കുന്നതിൻ്റെ അളവ് കുറച്ചിട്ട് 2 നേരമാക്കി ചെറിയൊരു അളവ് കൂട്ടി അങ്ങനെയൊക്കെയാണ് നമ്മൾ ചെയ്യുക. നമുക്കൊരു വ്യക്തമായൊരു കണക്കുണ്ടാവും ഇത് പൈസ ചിലവാക്കുന്നതിന്. പക്ഷേ കാലത്തും ഉച്ചയ്ക്കും നല്ല രീതിയിൽ പച്ചപ്പുല്ല് ഇട്ട് കൊടുത്ത് വൈകുന്നേരം വൈക്കോൽ ഇട്ട് കൊടുക്കും. വൈക്കോലിടുമ്പോൾ നമ്മൾ പകലിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് അത്രയ്ക്ക് അങ്ങോട്ട് സക്സസ് ആവില്ല. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ പരിസരങ്ങളിൽ കായത്തൊലി കായത്തണ്ട് അങ്ങനത്തെ സാധനങ്ങളൊക്കെ കിട്ടുകയാണെങ്കിൽ വളരെ ബെറ്റർ ആയിരിക്കും. പച്ചക്കറി വേസ്റ്റ് ഒക്കെ കൊടുക്കുമ്പോൾ ലേശം വൈക്കോൽ വൈകുന്നേരം ഇട്ട് കൊടുക്കുന്നത് നന്നായിരിക്കും. പിന്നെ നിർത്തി തീറ്റ കൊടുക്കുന്നതുകൊണ്ടും പച്ചപ്പുല്ലൊക്കെ എടുത്ത് കൊടുക്കുന്നതുകൊണ്ടും പിന്നെ അവരുടെ ദഹനം കാര്യങ്ങളൊക്കെ ശരിയാകാൻ വൈക്കോൽ വളരെയധികം സഹായിക്കും നമ്മളെ. അത് മാത്രമല്ല വൈകുന്നേരം അതും കൂടി തിന്നുമ്പോൾ അവരുടെ ദഹനം കാര്യങ്ങളും വയറും നിറയും. വൈക്കോലിന് അങ്ങനെ കുറേ ഗുണങ്ങളും ഉണ്ട്. സഡൻലി ഇട്ട സ്റ്റെപ്പിന് നമുക്ക് വൈക്കോലിൽ നിന്ന് പ്രത്യേകിച്ച് റിസൾട്ടുകളൊന്നും കിട്ടില്ലെങ്കിലും അവരുടെ വയറ് നിറയാൻ ചെറിയൊരു സഹായകമാകും. ഒരു ഉന്തിൻ്റെ ഇടയിൽ കൂടെ തള്ളുന്നു പറയണമാതിരി. അപ്പോൾ അതായത് ഇവരൊക്കെ വയറ് നിറഞ്ഞ് നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. സാധാരണഗതിയിൽ ഞാൻ ഇപ്പോൾ ഈ ഒരു ജനുവരി മാസം ഇറക്കണ്ടെന്നുള്ള കണ്ടീഷനിലാണ് ഞാനിപ്പോൾ ഇടയ്ക്കൊക്കെ പാടത്തേക്ക് ഇറക്കുന്നുണ്ടെങ്കിൽ തന്നെ നമ്മൾ തോട്ടിൻ്റെ സൈഡിൽ കൊണ്ടുപോയി കെട്ടി അല്ലെങ്കിൽ തണലത്ത് അണച്ച് കെട്ടി നമ്മളൊരു 2 മണി 3 മണിക്ക് ശേഷമാണ് നമ്മൾക്ക് പണിക്ക് ഇറങ്ങുന്നതിൻ്റെ തൊട്ട് മുപ്പാട് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ച് ഇറങ്ങുന്നതിന് മുപ്പാടാണ് ഒരു വെള്ളത്തിൽ നിന്ന് കയറ്റി കെട്ടുക അല്ലെങ്കിൽ തണലത്ത് നിന്ന് മാറ്റി കെട്ടുക. ആ ഒരു 1.5 മണിക്കൂർ വെയിൽ എന്തായാലും കൊള്ളും. ബാക്കി നമ്മൾ കാലത്ത് കെട്ടിയതിൻ്റെ ഇപ്പോൾ വെള്ളത്തിൽ ഇറങ്ങി കിടക്കാൻ പറ്റുന്നവരാണെങ്കിൽ വെള്ളത്തിൽ കുറേ നേരം ഇറങ്ങി കൊടുക്കും അവർ, അല്ലെങ്കിൽ തണലത്ത് കയറ്റി കെട്ടും. അങ്ങനെയാണ്. പിന്നെ ഒരു ശരിക്കും പോത്ത് തിന്നുന്ന സമയം എപ്പോഴാണ് ഉച്ചതിരിഞ്ഞ് ഒരു 4 മണി 4, 5 മണിക്ക് ശേഷമാണ് ഇവർ പുല്ലുകൾ കാര്യമായിട്ട് തിന്നുന്നതായിട്ട് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളത്. കൂടുതൽ നിങ്ങൾക്കറിയാം ഉച്ചതിരിഞ്ഞുള്ളൊരു സമയത്താണ് ഇവർ കൂടുതൽ തിന്നുക. കാലത്ത് ചെന്ന് കഴിഞ്ഞാൽ കുറച്ച് നേരം ഒന്ന് തിന്നു കഴിഞ്ഞാൽ പിന്നെ ഇവർ വെയിൽ കൊണ്ട് നിൽക്കലാണ്. അപ്പോൾ പരമാവധി വെയിൽ കൊള്ളിക്കാതിരിക്കുക. അതുകൊണ്ടാണ് ഞാൻ ഡിസംബർ കഴിഞ്ഞ് ജനുവരിയോട് കൂടി പാടത്തേക്ക് ഇറക്കാൻ വലിയ ഇൻട്രസ്റ്റ് ഇല്ല എന്ന് പറയുന്നത്. നമുക്ക് ലേശം പണിയാണെങ്കിലും നമുക്കത് കുഴപ്പമില്ല. അപ്പോൾ ഇത് കണ്ടോ, ഇപ്പോൾ ഓരോരുത്തരും വയറ് നിറഞ്ഞ് നിൽക്കുന്ന ഒരവസ്ഥ. ഇതേമാതിരി നമ്മൾ ഒരു മാസം നല്ല രീതിയിൽ നിർത്തി തീറ്റ കൊടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ നിർത്തി, അപ്പോൾ ഞാൻ വീണ്ടും പറയുന്നു, കൈത്തീറ്റ എന്താണെന്നോ കൈത്തീറ്റ വയറ് നിറച്ച് കൊടുത്തോ എന്നുള്ളതല്ല ഇവിടെ പ്രാധാന്യം. അപ്പോൾ കൈത്തീറ്റ വേണ്ട എന്നല്ല, കൈത്തീറ്റയ്ക്ക് അതിൻ്റേതായ ഗുണങ്ങളുണ്ട്. പക്ഷേ നമ്മൾ നിർത്തി തീറ്റ കൊടുക്കുമ്പോൾ വയറ് നിറച്ച് നിർത്തി അങ്ങനെ നിർത്തുന്ന ഒരു സെറ്റപ്പിൽ ഇതാണ്ടോ ഇവനെ ഒരുത്തം ബാക്കി വെച്ചിട്ട് നിൽക്കണം, വേണ്ടെന്ന്. അത് കുറച്ച് നേരം കഴിഞ്ഞാൽ അവരെന്നെ കഴിച്ചോളൂ കേട്ടോ. അങ്ങനെ നിൽക്കുന്ന വയറ് നിറഞ്ഞ് നിൽക്കുന്ന ഒരവസ്ഥ ഒരേ മാസം തുടർച്ചയായിട്ട് പോവുകയാണെങ്കിൽ വളരെയധികം റിസൾട്ട്, അങ്ങനെ ഒരു 4-5 മാസം അല്ലെങ്കിൽ ഒരു 2-3 മാസമൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ പോത്തുകൾ നല്ലൊരു സഡൻ പിക്കപ്പിലെത്തും. നമുക്കൊരു കൊടുക്കാൻ പറ്റുന്നൊരു കണ്ടീഷനിലേക്ക് പെട്ടെന്ന് എത്തും. അതുപോലെ തന്നെ നല്ല തുടുത്ത പോത്തുകളായിട്ട് അല്ലെങ്കിൽ നമ്മൾ പോത്ത് നമ്മൾ കച്ചവടത്തിൽ നിന്ന് വരുന്ന സമയത്ത് വയറൊട്ടി ബാക്കിൽ എല്ലുന്തി നിൽക്കുന്ന ഒരു അവസ്ഥയല്ല. ഇറച്ചി ഉണ്ടെങ്കിലും ആ ഒരു തുടുപ്പിനും ആ ഒരു കൊഴുപ്പിനും ആ ഒരു അഴകാണ്. അപ്പോൾ നമ്മൾ നിർത്തി തീറ്റ കൊടുക്കുമ്പോൾ പിന്നെ കൂടുതലും ഉപയോഗിക്കാറുള്ള സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫീഡ് പീസ്റ്റ് മരുത്തി പ്ലസ് ഫീഡ് പീസ്റ്റ് പ്ലസ് അതൊക്കെ ഡൈജഷൻ കറക്റ്റ് ആകാൻ നല്ല സാധനങ്ങളാണ്. അതൊക്കെ ഒരു ചെറിയൊരളവിൽ മാസം മാറി ചെറിയൊരളവിൽ കൊടുത്തുകൊണ്ടിരിക്കും. ഇതാണ് നമ്മുടെ ഇലയിൽ ചെറിയ പോത്തുകൊണ്ട്. പക്ഷെ അവൻ്റെയൊക്കെ വയറ് നിറഞ്ഞ് നിൽക്കുന്നുണ്ടോ. പക്ഷേ ഇതൊക്കെ പുറത്തേക്ക് ഇറക്കി അത്യാവശ്യം വലിപ്പമുള്ളൊരു സെറ്റപ്പിലേക്ക് എത്തുട്ടോ. അപ്പോൾ വേനൽക്കാലത്ത് അല്ലെങ്കിൽ വേനൽക്കാലം ആയപ്പോൾ ഇനി പോത്തിന് എങ്ങനെ തടി വെപ്പിക്കാം എന്ന് ചിന്തിക്കുന്നവർ ഈ ഒരു കാര്യം അറിഞ്ഞിരിക്കുക. വേറൊന്നല്ല, വയറ് നിറച്ച് എന്താണ് നമുക്ക് കൊടുക്കാൻ പറ്റുക. വൈക്കോല് എത്ര കണ്ട് സക്സസ് ആവുമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ വൈക്കോല് ഗുണമാണ്, പക്ഷെ അത് ഫുൾ ടൈം കൊടുത്ത് അങ്ങോട്ട് ക്ലിക്കാക്കൽ പോത്തിനെ സംബന്ധിച്ചിടത്തോളം അത്ര അങ്ങോട്ട് ശുഭകരമല്ല. വയറ് നിറച്ച് പച്ചപ്പുല്ലോ അങ്ങനത്തെ സാധനങ്ങളോ ഒക്കെ സെറ്റപ്പാക്കി നമ്മൾ കൊടുക്കുകയാണെങ്കിൽ പണിയെടുക്കുന്നതിനുള്ള റിസൾട്ട് നമുക്ക് തീർച്ചയായിട്ടും കിട്ടും. അപ്പോൾ ഇനി പോത്തിനെ തടി വെപ്പിക്കാൻ എന്താണ് മാർഗം, വേനൽക്കാലത്ത് എന്ത് ചെയ്യും എന്നറിയുന്നവർ നമ്മൾ പുല്ലൊക്കെ അരിഞ്ഞ് നമുക്ക് ഒരു 2 നേരമൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു റിസൾട്ട് നമുക്ക് കിട്ടുന്നുണ്ടോ. വയറ് നിറഞ്ഞ് നിൽക്കുന്നവർ കണ്ടോ. വീഡിയോ അവസാനിപ്പിക്കുന്നു. വീണ്ടും കാണാൻ പുതിയൊരു വീഡിയോ ആയിട്ട് എല്ലാവർക്കും ബൈ. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായ മാത്രം നല്ല കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക.